ഗൈസ്, വെൽക്കം ടു ദ ചാനൽ റേഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാളത്തൊപ്പിയാണ്. അത് ഉണ്ടാക്കുന്നത് നമ്മുടെ അപ്പച്ചനാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പഴയ കാലത്തെ ഇങ്ങനത്തെ തൊപ്പികളുണ്ട്. അതുകൂടാതെ കൂമ്പൻ തൊപ്പി പ്രായമായവരൊക്കെ വാളയുടെ പുറത്തെ തൊലി പൊളിച്ച് കളഞ്ഞേച്ച് അതിനെ കൂട്ടി കെട്ടി പിന്നെ ഞെട്ട് കൈ പിടിക്കാനായിട്ട് മുൻവശത്തേക്ക് ഞെട്ടുമൊക്കെ നിർത്തി നല്ല തൊപ്പികളുണ്ട്. അതുകൊണ്ട് എവിടെയും പോകും. അന്നത്തെ കാലത്ത് തൊപ്പിയും വെച്ച് എവിടെ പോയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് അന്നത്തെ കാലം. രാജകൊട്ടാരത്തിൽ വരെയൊക്കെ പോകും കാരണന്മാർ. അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. പാളത്തൊപ്പിക്ക് അത്രയും ബഹുമാനമുണ്ട്. ഇപ്പം ആരും പാളത്തൊപ്പി വെക്കാറില്ല. അതിൻ്റെ പാളത്തൊപ്പിക്ക് അകത്തൊരു ചെറിയ പാളയം കൂടെ വെക്കും. എന്നിട്ട് അതിൻ്റെ തുറയിൽ പൈസയൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് മടക്കി വെക്കുകയാണ്. പേഴ്സ് പോലെ അതിൻ്റെ തൊപ്പി തുറന്ന് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ നിന്ന് പൈസ എടുത്ത് പിന്നെ കൊടുക്കുകയും മേടിച്ച് പിന്നെയും അവർ തന്നെ വെച്ച് അത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിന്നെയും തലേ വെച്ച് നടക്കും. അങ്ങനെയാണ് അന്നത്തെ കാലം. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആരെങ്കിലും ഇന്നത്തെ ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് തല്ലി. അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ പാളത്തൊപ്പി കെട്ടാൻ പഠിച്ചത്. ഇങ്ങനെ തൊപ്പി കെട്ടുന്നവരുടെ അടുത്ത് പോയി നിന്ന് നോക്കി കണ്ടു പഠിച്ചതാണ്. അതെ, ഈ പാള ശരിയില്ലാത്തതുകൊണ്ട് തൊപ്പി അത്ര നന്നാവില്ല. ഈ പാള ശരിയില്ലാത്തതുകൊണ്ട് തൊപ്പി അത്ര നന്നാവില്ല. ഇന്ന് കെട്ടുവാന്ന് മാത്രം. ഇത് പാള നല്ല വലിയ കവുങ്ങിൻ്റെ പാളയായിരിക്കും. അത് തന്നെയല്ല പാള വേനൽക്കാലത്ത് വീഴുന്ന ഇപ്പോൾ പാള വീഴുന്ന സമയമല്ല. അതുകൊണ്ട് പാള കിട്ടാനും ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഈ മോശപ്പെട്ട പാളയിൽ ഈ കെട്ടേണ്ടി വന്നു പിള്ളേർ. അപ്പോൾ ഇങ്ങനെ കെട്ടി ഇതിനെ കാണിക്കാം. കുഴപ്പമൊന്നും വള്ളിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അയക്കേണ്ടി വന്നാൽ അയക്കണം. പിന്നെ ഇത് അയക്കേണ്ടി വന്നാൽ അയക്കണം. അതിന് വേണ്ടി കാലം കെട്ടുന്നു. മനസ്സിലായോ? പിന്നെ അങ്ങനെ കെട്ടിപ്പടുത്ത് ഈ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഈ പാളത്തൊപ്പിയാണ് ആൾക്കാർ തലയിലിടുക. ആണുങ്ങൾ, പെണ്ണുങ്ങളും ഇടും. പണിക്ക് പോകുമ്പോഴും പണിയെടുക്കുമ്പോഴും മഴയത്തും വെയിലത്തും. അതിനാണ് ഈ പാളത്തും. ഇപ്പോൾ ഇതിന് പ്രചാരം കുറവ്. ഇപ്പം തൊപ്പിക്ക് പ്രചാരം കുറവുള്ള പരിഷ്കാരം കൂടി ആൾക്കാരായതുകൊണ്ട് വാളത്തൊപ്പി ഒന്നും ഇടുക. വേറെ എന്തെങ്കിലും തൊപ്പിയൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ വലിയ തൊപ്പിയൊക്കെ തലയെ കെട്ടി പണിയെടുക്കും. മനസ്സിലാവും? അങ്ങനെ ആണ് കാര്യങ്ങൾ. ഇങ്ങനെ ഇത് കെട്ടാനാണ് വലിയ പണി. വാള ശരിയില്ലാത്തത് കൊണ്ട് കെട്ടിയാലൊക്കുന്നില്ല. വാള ഞൊറിഞ്ഞ് കെട്ടണം. എത്ര ചെറുതാക്കി ഞൊറിയാവോ അത്രയും നല്ലതാണ്. അത്രയും ഇങ്ങനെ കെട്ടണമെങ്കിൽ വാള നല്ല കട്ടി കുറഞ്ഞ വാളയായിരിക്കും. വലിയ കവുങ്ങിൻ്റെ ഉയരം കൂടിയ കവുങ്ങിൻ്റെ വാളയായിരിക്കും. അപ്പോൾ ഈ സമയത്തൊന്നും അത് വാള വീഴുന്ന സമയമല്ല. വാളയെല്ലാം വീണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വർഷം വീഴുകയല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി കാണിക്കുക. പഠിച്ചോളണം. പിന്നെ എന്താ ചെയ്യുന്നു? ഒന്നുകൂടെ കെട്ടട്ടെ. ശരിയാകുന്നില്ല. കെട്ടി വെച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ കെട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്ന വാള മുറിച്ച് കളയുകയാണ്. പിന്നെയും മുറിക്കേണ്ടി വന്ന ഇങ്ങനെയാണ്. അപ്പോൾ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനിയൊന്ന് മുറിക്കാനുണ്ട്. ചിലപ്പോൾ പിന്നെയും മുറിക്കേണ്ടി വരും. എന്നാലേ
എന്നാലേ ശരിയാവുള്ളൂ. തലയിലിട്ട് നോക്കണം, തല കിടക്കുമെന്ന് നോക്കണം. തലയിൽ ഇട്ട് നോക്കി ഇങ്ങനെ വേണം കെട്ടാൻ, മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ മുറിക്കും. ഉള്ളി മുറിക്കാൻ പോവുകയാണ്. ഉള്ളി മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ കെട്ടേണ്ടി വരും. ഇത് വന്നാൽ അങ്ങനെയാണ്. അങ്ങനെ ഇതൊന്നുകൂടി അയച്ച് കെട്ടും. ഈ തല മനസ്സിലായോ? ഞാൻ തലയിലിട്ട് നോക്കട്ടെ ശരിയായോ, തല കിടക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് ഇട്ട് നോക്കും. കണ്ടീഷനായിട്ടുണ്ട്. കാണുന്നവർ പറയണം ഹലോ, അല്ലാതെ എനിക്ക് തലേ കണ്ടില്ല. അങ്ങനെ എടുക്കില്ല അല്ലേ? ഇത് മുറുക്കി കെട്ടാം, എന്നിട്ട് അയക്കാം. അയക്കാൻ പോവാണ് നിങ്ങളുള്ളത്. മുറിക്കുന്ന ആകാം. അപ്പോൾ തൊപ്പിയുടെ 2 ഭാഗവും മുറിച്ചു റെഡിയാക്കി. ഇനി തലയിലിട്ട് നോക്കാം. തലയിലിട്ട് നോക്കാൻ പോവുകയാണ്. എന്താ അങ്ങനെ തൊപ്പി എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ്